വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ക്യാപ്സിക്കം തൈര് കറിയുടെ റെസിപ്പിയാണ്. ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ നല്ലൊരു കറിയാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം, നമ്മൾ പച്ചടിയൊക്കെ കഴിക്കാറില്ലേ, അതുപോലെ കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റോടുകൂടി നല്ലൊരു കറിയുടെ റെസിപ്പിയാണ്. എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. ഇതാ ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ക്യാപ്സിക്കം ചേർക്കണം. 2 കപ്പ് ക്യാപ്സിക്കമാണ്. വളരെ കനം കുറഞ്ഞ് തന്നെ അരിഞ്ഞ് ചേർക്കുക. ഇനി ഇതിൽ സവാളയാണ് ചേർക്കുന്നത്. അതും കനം കുറഞ്ഞ് തന്നെ അരിയുക. 1 കപ്പ് ചേർക്കുക. ഇനി വലിയ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു, കനം കുറഞ്ഞ് അരിഞ്ഞ് ചേർക്കുക. ഇനി ഇതിലോട്ട് ഉപ്പ് ആവശ്യത്തിന് ചേർക്കുക. ഇനി മുളക് പൊടി ചേർക്കുക. കാശ്മീരി മുളക് പൊടി തന്നെ ചേർക്കുക. ഒരു 1/2 സ്പൂൺ മതിയാകും. ഇത് ചെറിയ സ്പൂണാണ്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. എരിവ് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് കൂടുതലായിട്ട് ചേർക്കാം. ഇതാ ഉപ്പൊക്കെ നല്ലവണ്ണം എല്ലാ ഭാഗത്തും ആകുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു 15-20 മിനിറ്റ് നേരത്തേനെങ്കിലും ഒന്ന് മൂടി വയ്ക്കാം. ഒരു കടായി വയ്ക്കുക. ഇനി ഒരൽപ്പം എണ്ണ ഒഴിക്കുക. ഏതെങ്കിലും എണ്ണ ഒഴിച്ചാൽ മതിയാകും. ഇനി ഒരൽപ്പം ജീരകം ചേർക്കുക. ജീരകം ഒന്ന് പൊട്ടി വരാൻ തുടങ്ങുമ്പോഴത്തേന് 1 സ്പൂൺ ഫുള്ളായിട്ട് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ് വെളുത്തുള്ളി ചേർക്കുക. ഇതിനെ ഒരു 10-15 സെക്കൻഡ് നേരത്തിന് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കാം. അതായത് ഇത്രയും മതി. ഇതിലോട്ട് 1 സ്പൂണ് ഫുള്ളായിട്ട് കടലമാവാണ് എടുത്തിരിക്കുന്നത്, അതുകൂടി ചേർക്കാം. തീയെ നല്ലവണ്ണം കുറച്ച് വയ്ക്കുക. വീണ്ടും കടലമാവും ഒരു 10-15 സെക്കൻഡ് നേരത്തേന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഒന്ന് മൂത്ത് കിട്ടണം. അതുമായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് സവാളയും ക്യാപ്സിക്കവും മിക്സ് ചെയ്ത് വെച്ചില്ലേ, അത് ചേർക്കാം. ഇനി ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. ഒരുപാട് നേരം ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ക്യാപ്സിക്കം ആയത് കാരണം കുറച്ച് ക്രഞ്ചി ആയിട്ടിരിക്കുന്നതാണ് നല്ലത്. അഥവാ അങ്ങനെ തീരെ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ കുറച്ചുകൂടി വഴറ്റിയെടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ വേണമെങ്കിലും വഴറ്റിയെടുക്കുക. അതായത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വഴറ്റിയെടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കടലമാവിൻ്റെ പച്ചട്ടേസ്റ്റ് ഒന്നും വരാതിരിക്കാനാണ് ആദ്യമേ എണ്ണയിൽ ആ പൊടി ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തത്. ബാക്കി ഈ സവാളയുടെ കൂടെ വഴറ്റിയെടുക്കുമ്പോഴത്തേന് അത് നല്ലവണ്ണം മൂത്ത് കിട്ടും. അതായത് പച്ചട്ടേസ്റ്റ് അതിൻ്റെ മാറിക്കിട്ടും. പിന്നീട് തൈര് ചേർത്തതിന് ശേഷം അധികം കുക്കിംഗ് ഒന്നും തന്നെയില്ല. അപ്പോൾ ആ സമയമാകുമ്പോഴത്തേന് അത് പരുവമായിരിക്കും. ക്യാപ്സിക്കം ഒരു ക്രഞ്ചി പരുവത്തിലാണ് ഞാൻ വഴറ്റിയെടുത്തിട്ടുള്ളത്. ഇനി 1 കപ്പ് തൈര് ചേർക്കുക. ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്യുക. 1 കപ്പ് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല കട്ട തൈര് എടുത്തിട്ടുണ്ടായിരുന്നു. അത് മിക്സർ ജാറിനകത്തിട്ട് ഒന്ന് പൾസ് ചെയ്തിട്ടാണ്, ഒന്ന് ഉടച്ചെടുത്തിട്ടാണ് ഒഴിച്ചത്. തൈര് ചേർക്കുമ്പോൾ തീരെ പുളി കുറവായിട്ടുള്ള തൈര് ചേർക്കുക. ഇപ്പോൾ അത് തൈരൊന്ന് ഉടയ്ക്കാതെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ പിരിഞ്ഞിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇതിൽ ചേർക്കേണ്ടത് കസൂരി മേത്തിയാണ്. ഒരല്പം എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കയ്യിലൊന്ന് ഞെരടി ചേർക്കാം. ഇനി കപ്പലണ്ടി നിലക്കടല എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഒന്ന് റോസ്റ്റ് ചെയ്തതിന് ശേഷം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് പൊടിക്കണ്ട, ഒരു ഇടിക്കല്ലിലോ വല്ല ഒന്ന് ഇടിച്ചിട്ടൊന്ന് എടുത്തിട്ടുണ്ട്. അത് ഞാനിവിടെ 2 സ്പൂണാണ് ചേർക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം. നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇനി ഇതിൽ മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില തീരെ ഇഷ്ടമില്ലാത്തവർ ഉള്ളിയൊക്കെ വഴറ്റുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ചേർക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേനും ഒരു കസൂരി മേത്തിയുടെയൊക്കെ ടേസ്റ്റൊക്കെ മിക്സായി കുറച്ചുകൂടി നല്ല ടേസ്റ്റ് കിട്ടും. കറി തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന്
ചുമപ്പ് കളറാകുകയും ചെയ്യും. അതുപോലെ എണ്ണയൊക്കെ കുറച്ചുകൂടി ഒന്ന് മുകളിലോട്ട് തെളിയുകയും ചെയ്യും. ഒരല്പം വെറൈറ്റി ആയിട്ട് ചപ്പാത്തിക്കും പൂരിക്കൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്നതാണ്. നമ്മുടെ വെള്ളപ്പച്ചടി പോലെ തന്നെ തൈര് കൂടുതൽ ചേർക്കുന്നതാണ്. രാവിലെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴത്തേന് പുളി കൂടും, അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് മാത്രമായിട്ട് ഉണ്ടാക്കി എടുക്കേണ്ട കറിയാണ്. ഇന്നുണ്ടാക്കി നാളെ ഉപയോഗിക്കുക, അങ്ങനെ ചെയ്യുന്ന കറിയല്ല കേട്ടോ. ട്രൈ ചെയ്ത് നോക്ക്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോലെ. അതുപോലെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് സ്നേഹത്തോടെ. താങ്ക്സ് ഫോർ വാച്ചിങ്.